എന്താണ് സ്കീമ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു പ്രത്യേക ആശയത്തെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ ഉള്ള വിവരങ്ങളും അവ തമ്മിലുള്ള ബന്ധങ്ങളും സംഭരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള ഒരു മാനസിക ചട്ടക്കൂടാണ് മനഃശാസ്ത്രത്തിൽ സ്കീമ. അതായത്, നമ്മൾ ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരാശയത്തെക്കുറിച്ചോ പഠിക്കുമ്പോൾ നമ്മുടെ മുൻപരിചയം വെച്ച് അവയെ ക്രമീകരിക്കുക, അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള അറിവ് സംഭരിച്ച ശേഷം നമ്മുടെ മുൻ അറിവ് വെച്ച് അതിനെ ക്രമീകരിക്കുക എന്നതാണ് സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അറിവുകൾ, വിശ്വാസങ്ങൾ, പ്രതീക്ഷകൾ, മുൻകാല അനുഭവങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് സ്കീമകൾ രൂപപ്പെടുന്നത്. നമ്മുടെ അറിവുകൾ, വിശ്വാസങ്ങൾ, മുൻകാല അനുഭവങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് സ്കീമ രൂപപ്പെടുന്നത്. സ്കീമയുടെ പ്രധാന ധർമ്മങ്ങൾ: 1. വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കൽ. അതായത്, പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ തലച്ചോറ് അവയെ നിലവിലുള്ള സ്കീമയുമായി താരതമ്യം ചെയ്യുകയും വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത്, പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ പഴയ സ്കീമയുമായി തലച്ചോറ് അതിനെ കമ്പയർ ചെയ്യുകയും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്കീമയുടെ രണ്ടാമത്തെ ധർമ്മമാണ് ലോകത്തെ വ്യാഖ്യാനിക്കൽ. ആളുകൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയും വ്യാഖ്യാനങ്ങളെയും സ്കീമകൾ സ്വാധീനിക്കുന്നു. അതായത്, ആളുകൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയും വ്യാഖ്യാനങ്ങളെയും സ്കീമകൾ സ്വാധീനിക്കുന്നു. എന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും അവരുടെ സ്കീമ അനുസരിച്ചാണ് അവർ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതും ആളുകളെ മനസ്സിലാക്കുന്നതും വസ്തുക്കളൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ സ്കീമ അനുസരിച്ചാണ്. അത് അവരുടെ അറിവ്, അവർ സംഭരിച്ചു വച്ചിരിക്കുന്ന അറിവ്, അവർ ജീവിച്ച സാഹചര്യം, അവർ മനസ്സിലാക്കിയ അറിവുകളുടെ ചട്ടക്കൂട് എന്നിവയൊക്കെ അനുസരിച്ചാണ് നമ്മൾ പുതിയ ആളുകളെയും പുതിയ സാഹചര്യങ്ങളെയും പുതിയ വസ്തുക്കളെയൊക്കെ വിലയിരുത്തുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കാൻ സ്കീമകൾ സഹായിക്കുന്നു. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് സഹായിക്കുന്നത് സ്കീമയാണ്. അതായത്, നമ്മുടെ സ്കീമ അനുസരിച്ചാണ് നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ പെരുമാറുക. അതൊരു സാഹചര്യത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുക നമ്മുടെ സ്കീമ അനുസരിച്ചാണ്. ഉദാഹരണത്തിന്, റെസ്റ്റോറൻറ്റ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സ്കീമയുണ്ടെങ്കിൽ അതിലിരിക്കാനുള്ള സ്ഥലങ്ങൾ, മെനു, ഭക്ഷണം വിളമ്പുന്നവർ, പണം നൽകുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു. പുതിയൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഈ സ്കീമ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ എന്തു ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്കീമകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. 1. വ്യക്തിഗത സ്കീമകൾ. ചില പ്രത്യേകതയുള്ള ആളുകളെക്കുറിച്ച് ഉള്ള ധാരണകൾ. ഇപ്പം വ്യക്തിഗത സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ധാരണകളുണ്ടാകും. ആ ധാരണ ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അധ്യാപകർ എപ്പോഴും ഗൗരവക്കാരായിരിക്കും എന്നതാണ് നമ്മുടെ ധാരണ. അത് അധിക പേരും വിചാരിക്കും അധ്യാപകർ എപ്പോഴും ഗൗരവക്കാരായിരിക്കും. ഡോക്ടർ എപ്പോഴും ഡോക്ടറുടെ സ്കീമ, അതായത് ഡോക്ടറെക്കുറിച്ച് നമുക്ക് കുറച്ച് ധാരണകളുണ്ട്, അതാണ് നമ്മുടെ സ്കീമ. അപ്പം ഓരോരുത്തരുടെ സ്കീമ അതിനനുസരിച്ചായിരിക്കും. വ്യക്തിഗത സ്കീമ എന്ന് പറയുമ്പം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ സ്കീമ, ധാരണകൾ, അതാണ് വ്യക്തിഗത സ്കീമ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്കീമയാണ് സാമൂഹിക സ്കീമകൾ, സോഷ്യൽ സ്കീമാസ്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള പൊതുവായ ധാരണകളാണ് സാമൂഹിക സ്കീമകൾ. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള പൊതുവായ ധാരണ, അതാണ് സാമൂഹിക സ്കീമ അല്ലെങ്കിൽ സോഷ്യൽ സ്കീമ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിഭാഗം സമൂഹത്തെക്കുറിച്ചുള്ള പൊതുവായ ധാരണയാണ്. അതായത്, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുരുഷന്മാർ കരയില്ല, പുരുഷന്മാരെന്ത് വന്നാലും കരയില്ല. അപ്പോൾ അതൊരു സ്റ്റീരിയോ ടൈപ്പ് ധാരണയാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരെല്ലാം ഇപ്പോൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരെല്ലാം ഒരേ സ്വഭാവക്കാരാണെന്ന് കരുതുന്നത്, അത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്കൊക്കെ ഒരേ സ്വഭാവമാണെന്ന് കരുതുന്നത്, അതൊരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതിയാണ്. അപ്പോൾ ഇതാണ് സോഷ്യൽ സ്കീമ എന്ന് പറയുന്നത്.
അടുത്ത സ്കീമയാണ് ഇവൻ്റ് സ്കീമകൾ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. ഉദാഹരണത്തിന് സിനിമാ തിയേറ്ററിൽ പോകുമ്പം ടിക്കറ്റ് എടുക്കണം, പോപ്കോൺ വാങ്ങണം തുടങ്ങിയ കാര്യങ്ങൾ. അതാണ് ഇവൻ്റ് സ്കീമകളെന്ന് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ലോകത്തെ മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനുമുള്ള ഒരു മാനസിക വഴികാട്ടിയാണ് സ്കീമകളെന്ന് നമുക്ക് പറയാം.